ഇന്ന് നമ്മുടെ ചിക്കൻ ലവേഴ്സിന് വേണ്ടി ഒരു ചിക്കൻ കൊത്തിപ്പൊടിച്ചതായാലോ. ഇത് ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ്റെ ഒരു ഡിഷാണ്. ഇതിൽ കുറച്ച് മാറ്റംസൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ ഓവറായിട്ടുള്ള മസാലാസ് ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അത് തന്നെയല്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അതിലൊരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. നമ്മൾ അരച്ചോ അരിഞ്ഞോ ഒന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മളിതിൽ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മളൊരു പാൻ വെച്ചു. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിരുന്ന കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ നിങ്ങൾ ഇടുക. കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സ്പൈസസിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പിന്നെ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ നമ്മൾ മുളകും ഒക്കെ വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിയുടെ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. അപ്പം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പെരുംജീരകം കൂടി ആഡ് ചെയ്ത ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് തേങ്ങ. ഇത് തേങ്ങ ചുട്ട് അരച്ച തേങ്ങയാണ്. നമ്മുടെ പച്ച തേങ്ങയോ വറുത്ത തേങ്ങയോ ഒന്നുമല്ല, നമ്മൾ ചുട്ടെടുക്കില്ലേ, ചുട്ട തേങ്ങ അതുകൂടി ചതച്ച് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചതച്ച് തന്നെ എടുക്കണം എല്ലാ ഐറ്റവും. അപ്പം നിങ്ങൾ തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ തേങ്ങയുടെയൊക്കെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടിയ കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് തന്നെ ആഡ് ചെയ്യണം. മുളക് പൊടി ആഡ് ചെയ്യരുത്. അതുപോലെ ചില്ലി ഫ്ലെക്സ് നമ്മളൊന്ന് ചതച്ചെടുത്ത്, അല്ലെങ്കിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഒരു അരയ്ക്ക് താഴെ അത്രയൊക്കെ നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് ഗരം മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഒന്ന് വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചിക്കൻ ചെറിയ പീസസാക്കി തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ ഇതല്ല, കുറച്ച് വലുതായിപ്പോയി. പിന്നെ അത് നമ്മൾ ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ പീസസ് ആക്കാവോ അത്രയും ചെറിയ പീസസാക്കി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പം പിന്നെ നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അതുപോലെ തന്നെ ചതച്ച കുരുമുളക് കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലപോലെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇത്രയും കറിവേപ്പില ഉള്ളായിരുന്നു. അപ്പോൾ നല്ലപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് തന്നെ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ചെറിയ പീസസ് ആക്കി തന്നെ എടുക്കാൻ പറ്റുക. ഇത് നന്നായിട്ട് ഇത് പൊടിച്ച് നല്ല ഇതാക്കിയതെടുക്കുക. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ നല്ലപോലെ കുക്കായോണ്ട് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അതിനുശേഷം ഇത് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊത്തിപ്പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അടുത്ത വീഡിയോയുമായി കാണാം.